ഈ ലോകത്തുള്ള ജീവജാലങ്ങളെയെല്ലാം ഒരു വർണ്ണ പരവതാനിയിലെ ഊടും പാവുമായ നൂലുകളായി സങ്കല്പിച്ചാൽ അതിൽ ഏറ്റവും ചെറിയ നൂലിനായിരിക്കും ഏറ്റവും അധികം പ്രാധാന്യം കൂടുതൽ. പ്രപഞ്ചത്തിലെ ജീവികളുടെ കൂട്ടത്തിൽ സർവ്വവ്യാപിയാണെങ്കിലും അധികമാരെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചെറിയ ജീവികളുടെ കാണാത്ത ലോകത്തെ. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 63,000-ഓളം സ്പീഷീസുകളെ തിരിച്ചറിഞ്ഞിട്ടുള്ള സ്റ്റെഫൈലിനിഡേ എന്ന ഫാമിലിയിലെ ഒരു അംഗമാണ് റോവ് ബീറ്റിൽ. ഭൂമിയിലുള്ള ഇൻസെക്റ്റുകൾ എന്ന കൂട്ടത്തിൽ, ഷഡ്പദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഡൈവേഴ്സിഫിക്കേഷനുള്ള വർഗ വൈവിധ്യം കാണിക്കുന്ന ഒരു ഫാമിലിയാണ് സ്റ്റെഫൈലിനിഡേ. മഞ്ഞു മൂടിയ കൊടും തണുപ്പുള്ള ധ്രുവപ്രദേശങ്ങൾ മുതൽ ചുട്ടുപഴുത്ത മരുഭൂമികൾ വരെയും ഉയരമുള്ള മലമ്പ്രദേശങ്ങൾ മുതൽ സമുദ്രത്തിന് അടിത്തട്ട് വരെയും ഈ കൂട്ടത്തിലെ അംഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൈവിധ്യമാർന്ന ഇത്തരം പരിസ്ഥിതികളിൽ ഇവരെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നത് എന്താണ്? ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: അവരുടെ ആകാരം, ആകൃതി. വണ്ടുകൾ ഉൾപ്പെടുന്ന കോളിയോപ്റ്റിറ എന്ന ഓർഡറിൽ ഉൾപ്പെടുന്നതാണെങ്കിലും സ്റ്റെഫൈലിനിഡയിൽ പെടുന്ന റോവ് ബീറ്റിലിന് സാധാരണ വണ്ടുകളെ പോലെയല്ല രൂപം. ഇവയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത വളരെ ചെറിയ എലൈട്രയാണ്. എലൈട്ര എന്നാൽ വണ്ടുകളുടെ മുകളിൽ കാണുന്ന കട്ടിയേറിയ ചിറകുകൾ. അവ യഥാർത്ഥത്തിൽ വണ്ടുകളുടെ ചിറകിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ചട്ടക്കൂടാണ്. സാധാരണ വണ്ടുകൾക്ക് അവയുടെ ഉദരഭാഗം എലൈട്ര കൊണ്ട് മറഞ്ഞിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. എന്നാൽ റോവ് ബീറ്റിലിന് അങ്ങനെയല്ല. എലൈട്ര ചെറുതായതുകൊണ്ട് തന്നെ അവരുടെ ഉദരഭാഗം കവർ ചെയ്യാതെ ആണിരിക്കുന്നത്. എന്റമോളജിസ്റ്റുകളെ ഏറ്റവും അധികം കുഴക്കിയിട്ടുള്ള ഒരു ശാരീരിക രൂപഘടനയാണ് ഇത്. കണ്ടാൽ വളർച്ച പൂർത്തിയാകാത്ത എന്തോ ഒരു അവയവമായിട്ട് തോന്നുമെങ്കിലും പരിണാമത്തിന്റെ വഴിയിൽ ഇതിന് അത്യധികമായ പ്രാധാന്യമാണുള്ളത്. എലൈട്ര എന്ന ഈ അവയവം ചെറുതായിരിക്കുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് എന്താണ് പരിണാമപ്രകാരമുള്ള നേട്ടം എന്ന് നമുക്ക് പുറകെ സംസാരിക്കാം. ചിറകിന്റെ ആവരണം എലൈട്ര വളരെ ചെറുതാണ്, അതുപോലെ നീണ്ട ദേഹമാണ് എന്നുള്ളത് കൊണ്ട് ഇവർ പറക്കാൻ സാധിക്കാത്തവരാണെന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റിപ്പോയി. പ്രാണികളുടെ കൂട്ടത്തിൽ വളരെ മികച്ച രീതിയിൽ പറക്കാൻ ശേഷിയുള്ള ഒരാളാണ് റോവ് ബീറ്റിൽ. പക്ഷെ ഇത്രയും ചെറിയ ഒരു എലൈട്ര കൊണ്ട് ഇവയ്ക്ക് എങ്ങനെ ഇത്ര ഭംഗിയായി പറക്കാൻ സാധിക്കുന്നു? മറ്റെല്ലാ വണ്ടുകളെയും പോലെ തന്നെ ഇവയ്ക്കും വളരെ നേർത്ത, കനം കുറഞ്ഞ ചിറകുകളുണ്ട്. എലൈട്രയേക്കാൾ വളരെ വിസ്തൃതമായ ഒന്ന്. ഈ ചെറിയ എലൈട്രയ്ക്കുള്ളിൽ അവ വളരെ ഭംഗിയായി കൃത്യമായി മടക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് റോവ് ബീറ്റിലിന്റെ ചിറകുകൾ ഒരു പ്രഹേളികയായി മാറും. ചിറകുകൾ മടക്കി വെക്കുന്നതിലെ സാങ്കേതികതയുടെ ഒരു മാസ്റ്റർ പീസ് ആണ് റോവ് ബീറ്റിൽ. റോവ് ബീറ്റിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയും ഇത് തന്നെയാണ്. അവയുടെ ചെറിയ വിങ് കവറിന്റെ ഉള്ളിൽ, എലൈട്രയ്ക്ക് അടിയിൽ, ചിറകുകളുടെ ആവരണത്തിനുള്ളിൽ മടക്കി സൂക്ഷിച്ചിരിക്കുന്ന പറക്കാൻ സഹായിക്കുന്ന ചിറകുകൾ. വളരെ ചെറിയ എലൈട്രയ്ക്കടിയിൽ, ചിറകുകളുടെ ആവരണത്തിനടിയിൽ ഇത്രമാത്രം വിസ്തൃതമായ ഈ ചിറകുകൾ എങ്ങനെ ഒതുക്കി മടക്കി വെക്കുന്നു എന്നുള്ളത് ബയോളജിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു മകുട ഉദാഹരണമാണ്. ചിറകുകൾ മടക്കി ഒതുക്കി വെക്കാനുള്ള റോവ് ബീറ്റിലിന്റെ കഴിവ് വിശേഷപ്പെട്ടതാണ്. നിരവധി ഒതുക്കുകളും മടക്കുകളും ഉപയോഗിച്ചാണ് ഇത്രമാത്രം വിസ്തൃതമായ അവയുടെ ചിറകുകളെ ചെറിയ ഇലൈട്രയ്ക്കടിയിൽ അവർ ഒതുക്കി മടക്കി വെക്കുന്നത്. ഇലൈട്രയ്ക്കടിയിൽ അവയുടെ വിസ്തൃതമായ ചിറകുകൾ ഒതുക്കി മടക്കി വെക്കുന്നതിനും പ്രത്യേകതയുണ്ട്. മടക്കി വെച്ചാൽ മാത്രം പോരാ, ആവശ്യഘട്ടങ്ങളിൽ പെട്ടെന്ന് നിവർത്താനും അതുപയോഗിച്ച് പറക്കാനും കഴിയുന്ന രീതിയായിരിക്കണം ഇവയുടെ മടക്കുകൾ. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പെട്ടെന്ന് ഇവരുടെ ചിറകുകൾ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, വിസ്തൃതമാക്കി പറന്നുയരാൻ പറ്റുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് ഉപയോഗമില്ല. അതിനുതകുന്ന രീതിയിൽ ഇവയുടെ ചിറകുകൾ ഒതുക്കി മടക്കി വെക്കുന്നത് തന്നെയാണ് ഈ ജീവിയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇത്ര വിസ്തൃതമായ ചിറകിനെ ചെറിയ ഇലൈട്രയ്ക്കടിയിൽ ഒതുക്കി മടക്കി വെക്കാൻ കഴിയുന്നത് തന്നെയാണ് ഈ ജീവിക്ക് അതിന്റെ പരിണാമ വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ചെറിയ എലൈട്ര ആയതുകൊണ്ട് തന്നെ അവയുടെ അബ്ഡോമൻ, അവരുടെ ഉദരഭാഗത്തിന് കൂടുതൽ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. മറ്റ് വണ്ടുകൾക്ക് ചെയ്യാൻ സാധിക്കാത്തതുപോലെ ഇവയ്ക്ക് ഇവയുടെ ഉദരഭാഗം വളയ്ക്കുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സുഷിരങ്ങളിലൂടെയും ഗ്യാപ്പുകളിലൂടെയും ഇവർക്ക് സഞ്ചരിക്കാനും അത്തരം ഇടങ്ങളിൽ ജീവിക്കാനും സാധിക്കും. മറ്റ് വണ്ടുകളെ പോലെ ഇവരുടെ ഉദരഭാഗം മൂടപ്പെട്ട് കിടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കെമിക്കൽ ഡിഫൻസ് ശത്രുക്കൾക്ക് നേരെ ഉപയോഗിക്കാൻ വളരെ വിദഗ്ധമായി സാധിക്കും. ചെറിയ എലൈട്ര ആയതിനാലും ഇവരുടെ ഉദരഭാഗം മൂടപ്പെടാതെ കിടക്കുന്നത് കൊണ്ടും ഇൻസെക്ട് വർഗത്തിൽപ്പെടുന്ന മറ്റ് പല ജീവികളുമായും ഇവർക്ക് ഒരു സോഷ്യൽ സിംബയോസിസ് സാധ്യമാകും. ഉദാഹരണത്തിന് ഉറുമ്പുകൾ, ചിതലുകൾ എന്നീ ജീവികളുമായിട്ടും ഇവർക്ക് സഹവർത്തിത്വത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഈ ചെറിയ ഇലൈട്രയും അതുപോലെ തന്നെ ഇവരുടെ നഗ്നമായ ആ ഒരു അബ്ഡമൻ, ഉദരഭാഗവും ഉള്ളതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഒരു പരിണാമ രീതിയാണ്, ഒരു പരിണാമ മെച്ചമാണ്. ഫ്ലെക്സിബിളായ ഒരു ഉദരഭാഗം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് മരങ്ങളുടെ തൊലിക്കടിയിലൂടെയും ചെറിയ വിടവുകളിലൂടെയും മണ്ണിലെ സുഷിരങ്ങളിലൂടെയും എല്ലാം അതിവിദഗ്ധമായി പ്രയാസമില്ലാതെ നീങ്ങാനും അത്തരം പരിസ്ഥിതികളിൽ ഭക്ഷണം കണ്ടെത്താനും ജീവിക്കാനും സാധിക്കും. മറ്റ് പല ഷഡ്പദങ്ങളെയും പോലെ ഇവർക്കും
ഇവരുടെ ജീവിതചക്രത്തിൽ 4 സ്റ്റേജുകൾ ഉൾപ്പെടുന്നതാണ്. ഒരു പെൺ റോവ് ബീറ്റിൽ നിക്ഷേപിക്കുന്ന ഓവൽ ഷേപ്പിലുള്ള മുട്ടകളിലാണ് ഇവരുടെ ജീവിതത്തിന്റെ തുടക്കം. നനവുള്ള മണ്ണിൽ അഴുകുന്ന ജൈവ വസ്തുക്കളിലെല്ലാം ഈ പെൺജീവികൾ പോയി മുട്ടയിടും. വർഗ്ഗ വ്യത്യാസം അനുസരിച്ച് ഏതാനും എണ്ണം മുതൽ 100 കണക്കിന് മുട്ടകൾ വരെ ഒരു പെൺ റോവ് ബീറ്റിൽ ഇടും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന നീണ്ട ശരീരഘടനയുള്ള പുഴുക്കളാണ് ഇവയുടെ ലാർവകൾ. തലഭാഗം, അതിൽ ശക്തിയേറിയ മാൻഡിബിൾസ്, 3 ജോഡി കാലുകൾ, അതിനുശേഷം നീണ്ട ഒരു ഉദരഭാഗം. ഇതായിരിക്കും ഒരു ലാർവയുടെ രൂപഘടന. 3ാമത്തെ ഘട്ടത്തിൽ പ്യൂപ്പ ആയി മാറുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. ശരീരത്തിന് ചുറ്റും ഒരു ആവരണം ഉണ്ടാക്കി മണ്ണിൽ തന്നെയാണ് ഇവർ പ്യൂപ്പയായി ഇരിക്കുന്നത്. അവസാനമായി അവരുടെ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാൽ പ്യൂപ്പൽ കവർ പൊട്ടിച്ച് ഇതിന്റെ അഡൽട്ട് അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയ റോവ് ബീറ്റിൽ പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിൽ കാണുന്ന എല്ലാ ജീവികളെയും പോലെ ഇവർക്കും പ്രകൃതിയിൽ അവരുടേതായ ചില ഭാഗധേയങ്ങൾ നിർവഹിക്കാനുണ്ട്. മറ്റ് പ്രാണികളെ പിടിച്ചു നിന്ന് ജീവിക്കുന്ന ഒരു പ്രെഡേറ്റർ അല്ലെങ്കിൽ ഇരപിടിയനാണ് റോവ് ബീറ്റിൽ. തോട്ടവിളകളെയും മറ്റ് കാർഷിക വിളകളെയും ആക്രമിക്കുന്ന പ്രാണികളെയും അവയുടെ മുട്ടകളെയും അടക്കം തിന്നാൻ ശേഷിയുള്ളവരാണ്, തിന്ന് ജീവിക്കുന്നവരാണ് റോവ് ബീറ്റിൽ. ഇക്കാരണത്താൽ തന്നെ ഏറ്റവും മികച്ച ഒരു കീടനിയന്ത്രണ വഴിയാണ്, ഒരു ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോളറാണ് റോവ് ബീറ്റിൽ എന്ന് പറയാം. അഗ്രികൾച്ചറൽ എന്റമോളജിസ്റ്റായ ഡോക്ടർ അനയ ശർമ്മ പറയുന്നത് കാർഷിക മേഖലയിൽ കീടനിയന്ത്രണത്തിൽ ആരാലും പാടിപ്പുകഴ്ത്താത്ത ഒരു ഹീറോ ആണ് റോവ് ബീറ്റിൽ എന്ന്. മറ്റ് ജീവികളെ പിടിച്ച് തിന്നുക, അതുവഴി കീടനിയന്ത്രണം നടത്തുക എന്നത് റോവ് ബീറ്റിലിനെ സംബന്ധിച്ച് ഒരു വശം മാത്രമാണ്. ഇരപിടിയന്മാർ മാത്രമല്ല, ഇവർ ഡെട്രിറ്റീവോറസ് കൂടിയാണ്. അതായത് അഴുകിക്കൊണ്ടിരിക്കുന്ന ജൈവ വസ്തുക്കളെ ഭക്ഷണമാക്കുന്നവരാണ് റോവ് ബീറ്റിൽ. പ്രകൃതിയിൽ ജൈവമാലിന്യം ഇല്ലാതാക്കുന്നതിൽ ഇവർ വഹിക്കുന്ന പങ്ക് അതുകൊണ്ട് തന്നെ ചെറുതല്ല. അഴുകിക്കൊണ്ടിരിക്കുന്ന സസ്യഭാഗങ്ങൾ, പൂപ്പലുകൾ, അതുപോലെ ശവശരീരം എന്നിവയെല്ലാം ഭക്ഷണമാക്കുന്നതിലൂടെ ഇത്തരം വസ്തുക്കൾ വിഘടിക്കപ്പെടാനും അവയിലുള്ള ന്യൂട്രിയന്റുകൾ, മിനറലുകൾ തിരിച്ച് മണ്ണിലേക്ക് എത്താനും സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് റോവ് ബീറ്റിലുകൾ. പ്രകൃതിയിൽ മണ്ണിന്റെ പോഷണം ഉറപ്പാക്കുന്ന ന്യൂട്രിയൻ സൈക്ലിംഗ് എന്ന പ്രവർത്തനത്തിൽ മികച്ച ഒരു പങ്ക് വഹിക്കുന്നുണ്ട് റോവ് ബീറ്റിൽ. പ്രകൃതിയിലെ ആഹാര ശൃംഖലയിൽ, ഫുഡ് ചെയിനിലും ഫുഡ് വെബിലും സസ്യങ്ങൾ വളരാൻ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് മണ്ണിലെ പോഷണം. എക്കോളജിസ്റ്റുകൾ, പ്രകൃതി ശാസ്ത്രജ്ഞർ പ്രകൃതിയിലുള്ള പല ജീവികളെയും ബയോ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ എക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കും. അതായത് പരിസ്ഥിതിയിൽ ഇത്തരം ജീവികളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ ആ പരിസ്ഥിതിയുടെ ആരോഗ്യത്തെയോ അനാരോഗ്യത്തെയാണ് സൂചിപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ അനാരോഗ്യമായി തുടരുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ ഇത്തരം ബയോ ഇൻഡിക്കേറ്റേഴ്സിന് സാധിക്കും. റോവ് ബീറ്റിൽ എന്ന ഈ ജീവി പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ മാറ്റത്തോട് പോലും പ്രതികരിക്കുന്ന കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ ഇവയെയും ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആക്കിയാണ് ശാസ്ത്രജ്ഞർ പരിസ്ഥിതിയുടെ ആരോഗ്യം കാക്കുന്നു, മെച്ചപ്പെടുത്തുന്നു, അതിനെ സൂചിപ്പിക്കുന്നു എന്നതിനും അപ്പുറം മനുഷ്യന് ഇവയെ കൊണ്ട് വീണ്ടും ചില ഉപകാരങ്ങളുണ്ട്. മറ്റ് പ്രാണികളെ പിടിച്ചു തിന്നുന്നതിൽ, കീടങ്ങളെ പിടിച്ചു തിന്നുന്നതിൽ മിടുക്കരാണ്, വിശേഷപ്പെട്ടവരാണ് റോവ് ബീറ്റിൽ എന്നുള്ളത് കൊണ്ട് തന്നെ കീടനാശിനികൾ ഉപയോഗിക്കാതെ ബയോളജിക്കൽ രീതിയിൽ, ജൈവപരമായ രീതിയിൽ മനുഷ്യന് കാർഷിക മേഖലയിൽ കീടനിയന്ത്രണം സാധ്യമാകും. അതുകൊണ്ട് തന്നെ സുസ്ഥിരമായ ഒരു കാർഷിക മേഖല പടുത്തുയർത്താൻ സാധിക്കും റോവ് ബീറ്റിലിന്റെ സഹായത്താൽ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മറ്റൊന്നാണ് ഫോറൻസിക് എന്റമോളജി. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ ആർത്രോപോഡുകളെയും മറ്റ് ഇൻസെക്റ്റുകളെയും ഷഡ്പദങ്ങളെയും ഉപയോഗിച്ച് പഠനം നടത്തുന്നതാണ് ഫോറൻസിക് എന്റമോളജി. ഇതൊരു പക്ഷേ ഒരു കൗതുകകരമായ അറിവായിരിക്കാം. റോവ് ബീറ്റിലിന്റെ ചില സ്പീഷീസുകളെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ, പ്രത്യേകിച്ചും ശവശരീരത്തിന്റെ പഴക്കം കണക്കാക്കാൻ ചില ഫോറൻസിക് എന്റമോളജി പഠനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഒരു ജീവിയുടെ ജീവൻ പോയി കഴിഞ്ഞാൽ, ചത്തുപോയി കഴിഞ്ഞാൽ അതിന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് പലതരം ജീവികൾ വന്ന് മുട്ടയിടുകയും പെറ്റി വരികയും ചെയ്യും. അപ്പൊ ഏതെല്ലാം തരം ജീവികളാണ് അഴുകിക്കൊണ്ടിരിക്കുന്ന ആ ശവശരീരത്തിൽ ഉള്ളത് എന്ന് കണ്ടെത്താൻ സാധിച്ചാൽ ആ ജീവിയുടെ മരണസമയവും അതിന്റെ പോസ്റ്റ്മോർട്ടം സമയവും എല്ലാം ഏകദേശം കണക്കാക്കാൻ ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക്, അന്വേഷകർക്ക് സാധിക്കും. റോവ് ബീറ്റിലിന് വർഗ വൈവിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവയുടെ പഠനത്തിന് ഒരു വിശാലമായ സാധ്യത തുറന്നു കിടക്കുകയാണ്. പ്രകൃതിയിലുള്ള ഇവരുടെ അഡാപ്റ്റേഷൻ, സ്വഭാവം, അതുപോലെ തന്നെ ഇവരുടെ എവല്യൂഷണറി റിലേഷൻ, ഈ ജീവിയുടെ ബയോളജി, അതിന്റെ എക്കോളജി, അതുപോലെ പ്രകൃതിയിൽ ഇത്രമാത്രം ബയോഡൈവേഴ്സിറ്റി എങ്ങനെ കാണുന്നു എന്നിവയിലുള്ള പഠനങ്ങൾ വെളിച്ചം വീശാൻ ഉപകരിക്കുന്നു. ഇത്രമാത്രം പ്രത്യേകതയുള്ള റോവ് ബീറ്റിലും മറ്റെല്ലാ ജീവികളും നേരിടുന്നത് പോലെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കും. രാസ കീടനാശിനികളുടെയും വളങ്ങളുടെയും അമിത ഉപയോഗം, ഹാബിറ്റാറ്റ് ലോസ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നിവയെല്ലാം ഈ ജീവികൾ നേരിടുന്ന ഭീഷണികളിൽ ചിലതാണ്. എന്നാൽ മറ്റ് പല പ്രാണികളും സൂക്ഷ്മജീവികളും നേരിടുന്നത് പോലെ തന്നെ, അവഗണിക്കപ്പെടുന്നത് പോലെ തന്നെ റോവ് ബീറ്റിലിനെ സംരക്ഷിക്കാനും ഇതുവരെ മനുഷ്യന് ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ്, ഭയപ്പെടുന്നത്. ചിറകുകൾ അതിസമർത്ഥമായി ഒതുക്കി മടക്കി വെക്കാനുള്ള അസാമാന്യമായ കഴിവ് മാത്രമല്ല റോവ് ബീറ്റിലിനെ ഇത്രമാത്രം ഒരു സ്പെഷ്യൽ ആക്കുന്നത്. പ്രകൃതിയിലും പ്രകൃതിയുടെ സന്തുലനത്തിലും റോവ് ബീറ്റിലിന്റെ ഒരു ഭാഗധേയം, റോൾ ഒഴിച്ചുകൂടാനാവാത്ത. പ്രകൃതിയുടെ സന്തുലനത്തിൽ സൂക്ഷ്മജീവികൾക്കുള്ള പങ്ക് എത്ര വലുതാണെന്ന് എടുത്തു കാണിക്കാനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് റോവ് ബീറ്റിൽ. നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണിനടിയിൽ ഈ പ്രകൃതിയെ ഇതേപോലെ നിലനിർത്താൻ, അതിന്റെ സന്തുലിതാവസ്ഥ പരിപാലിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന, അക്ഷീണം പണിയെടുക്കുന്ന പല സൂക്ഷ്മജീവികളിൽ ഒരാളാണ് റോവ് ബീറ്റ്.
ഇത്തരം ജീവികളുടെ അധ്വാനത്തിന് നമ്മൾ അർഹിക്കുന്ന പരിഗണനയും വിലയും കൊടുക്കണം, അവയെ സംരക്ഷിക്കണം. ഭൂമിയിൽ നമ്മൾ ഇന്നും ജീവിക്കുന്നതിന് അവയുടെ നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും. മറ്റു വിഷയവുമായി അടുത്ത വീഡിയോയിൽ